ഹൃദയമിടിപ്പിനൊപ്പം ചേർന്ന് നിൽക്കുന്ന കൊച്ചി മെട്രോയ്ക്ക് ഇന്ന് 9ാം ജന്മദിനം. കൊച്ചിയുടെ യാത്രാശീലങ്ങളെ വിപ്ലവകരമായി മാറ്റിമറിച്ച മെട്രോ ട്രെയിനുകൾ നഗരത്തിലൂടെ ഓടിത്തുടങ്ങിയിട്ട് ഇന്നേക്ക് 9 വർഷം തികയുകയാണ്. 2012 തറക്കല്ലിട്ട് 2017 ജൂൺ 17 ആലുവയിൽ നിന്ന് പാലാരിവട്ടം വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ചരിത്രയാത്ര ഇന്ന് തൃപ്പൂണിത്തുറ വരെ നീളുന്ന വലിയൊരു ശൃംഖലയായി വളർന്നു കഴിഞ്ഞു. കൊച്ചി മെട്രോയുടെ തുടക്കം മുതലുള്ള നാൾവഴികളും നഗരത്തിലുണ്ടായ മാറ്റങ്ങളും ചെറുതല്ല. കൊച്ചിക്കൊരു അതിവേഗ യാത്രാ സംവിധാനം വേണമെന്ന ദീർഘവീക്ഷണത്തോടെ 2011 കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് രൂപീകൃതമാകുന്നത്. തൊട്ടടുത്ത വർഷം, അതായത് 2012 സെപ്റ്റംബർ 13 അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പദ്ധതിക്ക് തറക്കല്ലിട്ടു. 2013 ജൂണിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി ആരംഭിച്ചതോടെ കൊച്ചി നഗരം ഒരു വലിയ വികസന കുതിപ്പിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. നീണ്ട 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ആ ചരിത്ര നിമിഷം എത്തിയത്. 2017 ജൂൺ 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയുടെ 1ാം ഘട്ടത്തിലെ ആദ്യ റൂട്ട് ജനങ്ങൾക്കായി സമർപ്പിച്ചു. ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള 13.4 കിലോമീറ്റർ ദൂരത്തിൽ മെട്രോ ട്രെയിനുകൾ കുതിച്ചു പാഞ്ഞപ്പോൾ അത് കേരളത്തിൻ്റെ പൊതുഗതാഗത ചരിത്രത്തിലെ തന്നെ സുവർണ അധ്യായമായി മാറി. കേവലം ഒരു യാത്രാ സംവിധാനം എന്നതിനപ്പുറം നഗര സംസ്കാരത്തിന്റെ ഭാഗമായി മാറാൻ മെട്രോയ്ക്ക് അധികകാലം വേണ്ടി വന്നില്ല. കൃത്യനിഷ്ഠതയും മികച്ച സുരക്ഷയും എയർ കണ്ടീഷണർ യാത്രയും നഗരവാസികൾക്ക് വലിയൊരു ആശ്വാസമായി. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും കുടുംബശ്രീ പ്രവർത്തകർക്കും തൊഴിൽ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് സാമൂഹിക മാറ്റത്തിനും കൊച്ചി മെട്രോ തുടക്കമിട്ടു. പാലാരിവട്ടത്ത് നിന്ന് മഹാരാജാസ് തൈക്കുടം പേട്ട വഴി കഴിഞ്ഞ വർഷങ്ങളിൽ മെട്രോ യാത്ര തൃപ്പൂണിത്തുറ വരെ നീണ്ടു. ഇതോടെ 1ാം ഘട്ടം പൂർണ്ണമായി 28.1 കിലോമീറ്ററിലേക്ക് വ്യാപിപ്പിച്ചു. IT നഗരമായ കാക്കനാടേക്കുള്ള പിങ്ക് ലൈൻ 2ാം ഘട്ട നിർമ്മാണം ഇപ്പോൾ ദ്രുതഗതിയിൽ മുന്നേറുകയാണ്. കൊച്ചി വാട്ടർ മെട്രോ കൂടി ഇതിനൊപ്പം ചേരുമ്പോൾ ലോക നിലവാരത്തിലുള്ള മൾട്ടി മോഡൽ കണക്ടിവിറ്റിയാണ് നഗരത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. തുടക്കം മുതൽ ഇന്ന് വരെ വലിയൊരു ജനവിഭാഗത്തിന് ആശ്രയമായി മാറിയ കൊച്ചി മെട്രോ കൊച്ചി നഗരത്തിന്റെ തന്നെ മുഖം മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇന്നതിന്റെ 9ാം ജന്മദിനമാകുമ്പോൾ ഇവിടുത്തെ ജനവാസികൾക്കും ഇതൊരു അഭിമാന നിമിഷമാണ്.